അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ നമ്മുടെ ബ്രേയിൽ എത്തിയിരിക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല കറക്റ്റായിട്ട്, ബട്ട് ഭയങ്കര സണ്ണി ഡേ ആണ്. ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ജാക്കറ്റ് ഇടാതെ ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന നിന്നാണ്. കാരണം അത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, നല്ല വെയിലാണ്, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഡൊണലേരിയിൽ പോയില്ല, അപ്പോൾ ഡൊണലേരിയിൽ പോയതിൻ്റെയൊക്കെ ഏകദേശം ലുക്കൊക്കെയാണ് ഇവിടെ. ബട്ട് ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. കണ്ടില്ലേ, കുറേ ഒരു ഫയറുണ്ട്, ജസ്റ്റ് വാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ നല്ലൊരു ഏരിയയാണ്. ഒരുപാട് ആളുകളുണ്ട് ഇന്ന്. ആക്ച്വലി നല്ല കാലാവസ്ഥയായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല അടിപൊളിയായിട്ട് ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. നല്ല അടിപൊളി ഏരിയയാണ്. നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കാണിച്ചു തരാം ഓൺ ദ വേയിലോട്ടോ. വീണ്ടും ഞാൻ റോഡിലേക്ക് കയറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എങ്ങാനും നടന്നെത്തത്തില്ല. അപ്പോൾ നമ്മളതായി അങ്ങേറ്റത്ത് കാണുന്ന വെള്ള ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ ആ ഭാഗത്തോടെയാണ് നമ്മുടെ ക്ലിഫ് സൈഡിലേക്ക് കയറി പോകുന്നതെന്ന് തോന്നുന്നത്. ബിക്കോസ് അവിടെ റോഡ് കാണാനുണ്ട്. സോ അങ്ങോട്ടാണ് ഇപ്പം പോകാൻ പോകുന്നത്. ഹില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേക്കണല്ലേ, ആ ഹില്ലിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നല്ല യെല്ലോ ഫ്ലവേഴ്സാണല്ലേ കാണാൻ പറ്റുന്നത്. സോ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സോ അതുപോലെ തന്നെ സച്ച് എ ലോങ് വ്യൂ. ഇതേ ഭാഗത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത് കേട്ടോ. നമ്മൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം നമ്മുടെ ആ വന്ന വഴിയാണ് കാണിക്കുന്നത്. കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി പേരുണ്ട് കാണാനൊക്കെ ആയിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കലായിട്ട് താമസിക്കുന്ന ആളുകൾ കാണാൻ തോന്നുന്നു. കുറേ അധികം പേരുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലിഫിൻ്റെ സൈഡിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഹോത്തിൽ പോയപ്പോൾ തന്നെ കണ്ട ആ ക്ലിഫിലേക്ക് പോകുന്ന യാത്ര പോലെ തന്നെയായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു ഹില്ലി ഒരു ലുക്കാണ്. ലെറ്റ്സ് സീ. ഇവിടെയും കുറേ കെട്ടിടങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇനി കാണിക്കാതെ ഇത് രസമാണെന്ന് പറയും. നല്ല അടിപൊളി ഡേ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ബ്യൂട്ടിഫുൾ ഡേ ആണ്, നല്ല സണ്ണിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ തന്നെ ടീഷർട്ടൊന്നും ഇട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്. സ്വന്തം ടീഷർട്ട് മാത്രം ഇട്ടുണ്ട്. എന്താ പറയുക, എപ്പോഴും ജാക്കറ്റൊക്കെ വേണം. ബട്ട് ഇവിടെ നല്ല സണ്ണിയാണ്, ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. And I also want to say one thing, that this is the first time I think I'm having or I'm experiencing the sun. You know, mostly the place where I live, like we can't even find some sunlight. But here, like
especially today. The climate is quite really, really good. I think this place has a lot of sunlight. അപ്പോൾ അതുകൊണ്ടാണ് ഷർട്ടൊന്ന് പിന്നെ ഇതൊക്കെ ഊരി കളഞ്ഞത്. കാരണം ഇത് കുറച്ച് സൺലൈറ്റ് അടിക്കണമല്ലോ. വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിച്ച് ഇടപാട് തീർന്നു. അപ്പം അതും ഒരു റീസണാണ് നെസ്റ്റോടെ പോയ. അപ്പോൾ ഫൈനലി ഇവിടെ നിന്ന് ഇരിപ്പുറപ്പിച്ച് നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കണ്ടില്ലേ ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ കല്ലുകൾ കണ്ടോ? ഈ സാധാരണ ബീച്ചിൽ ഇങ്ങനത്തെ ഇത് കാണാറില്ല. ബീച്ചിൽ നമ്മൾ കുറച്ചും കൂടെ മണലുള്ള ടൈപ്പല്ലേ, പക്ഷേ ഇവിടെ മൊത്തം അങ്ങനത്തെ ടൈപ്പ് കല്ലുകളാണ്. നടക്കാൻ ഭയങ്കര പ്രയാസം. ഞാൻ ആ തൊട്ട് മുന്നിലത്തിനകത്ത് കാണിക്കുന്ന നടക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ അത് മൊത്തം മിറ്റ് നടക്കുമ്പോൾ മിറ്റിലെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കല്ലില്ല, അത് നടക്കുമ്പോഴുള്ള ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പം നല്ല പാക്ഡാണ് ആക്ച്വലി. കുറേ അധികം ആളുകളുണ്ട്. വൈ ബിക്കോസ് നല്ലൊരു ഡേ അല്ലേ, നല്ലൊരു സണ്ണി ഡേ ആയതുകൊണ്ട് ആളുകൾ കുളിക്കാനും അതുപോലെ ഫാമിലിയൊക്കെ ഒന്നിച്ച് ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല പ്ലേസാണ്. പിന്നെ നമ്മൾ കടലിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലേസ് കൂടെയാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഡൊള്ളേരിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹൗത്തിലോ ഒക്കെ കണ്ട പോലെയുള്ള ഒരു ഏരിയ അല്ല, ചുരങ്കോട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഇതേ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതേ സൈഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അവിടെയൊക്കെ ക്ലിഫ് റൈഡിങ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൈക്കിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ജസ്റ്റ് കണ്ടാലറിയാം. അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിൽ കാണാത്തതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിൽ അത്ര എൻജോയ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അല്ല. ഓഫ് കോഴ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നല്ല രസമാണ്. അതുപോലെ തന്നെ ഞാൻ അന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ ക്ലിഫിൻ്റെ ഹൗത്തിൽ ക്ലിഫ് കാണാൻ പോയ സമയത്ത് ഉണ്ടായ മഞ്ഞപ്പൂ കൊണ്ട് നിറഞ്ഞേക്കുവാണ് അതേ ഹില്ലി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നോക്കിക്ക് ആ കാണുന്ന ഏരിയ മൊത്തം ഒരു എന്താ പറയുക മഞ്ഞ നിറം കൊണ്ട് അഭിഷേകമാണ്. ദാറ്റ് മീൻസ് ആ ഫ്ലവേഴ്സാണ് കേട്ടോ, മൊത്തം തന്നെ ആ ഫ്ലവേഴ്സാണ്. സോ നമുക്കിപ്പം അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ എന്താ പറയുക, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിയൽ ബീച്ച് കണ്ടത്. ആക്ച്വലി ഇപ്പം നമ്മളിപ്പം മാലഹാഡ് ബീച്ചിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു അവിടത്തേക്കാളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഒരു വലിയ സ്ട്രെച്ചാണ് ആക്ച്വലി ഈ ഒരു ബീച്ച് വന്നിട്ടുണ്ടെങ്കിൽ. സോ ഇറ്റ്സ് എ റിയലി ബിഗ് ബീച്ച് ആൻഡ് കുറേ ഏരിയാസും ഉണ്ട്. നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. ഇത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഡൊൺലേരിയിൽ പോയി കണ്ട പോലുള്ള ഒരു ഇതൊന്നും കാണാനൊന്നുമില്ല ഇവിടെ. ജസ്റ്റ് ഭയങ്കര ഓൾഡായിട്ടുള്ള പ്ലേസാണ്. ഓഫ് കോഴ്സ് ബീച്ചിലൊക്കെ നടക്കണമെങ്കിൽ ഇവിടെ ഈ മിറ്റിൽ കൂടിയ സൈസുള്ള കല്ലുകളൊക്കെ ഉള്ള പ്ലേസാണ് കേട്ടോ. ഒന്ന് പോകുമ്പോൾ 2 കല്ലെടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ കല്ല് കൊണ്ടുവന്ന വീട്ടിൽ നല്ല നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊമ്മൻകുത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പാടില്ലേ, നമ്മുടെ ഈ ഉരുളൻ കല്ലുകളുണ്ടല്ലോ, നല്ല ഷേപ്പൊക്കെ വന്ന കല്ലുകൾ, അങ്ങനത്തെ കല്ലുകളൊക്കെ ഇഷ്ടംപോലെ ഉള്ളൊരു ബീച്ചാണ്. നടക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ടൈമൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ പറ്റുന്നവരൊക്കെ ഈ സ്ഥലം വന്ന് കാണണം കേട്ടോ. ഇതിൻ്റെ പേര് ബ്രേ എന്നാണ്. നമ്മൾ സിറ്റിയിൽ നിന്ന് ട്രെയിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വരാവുന്നുള്ളൂ. ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ സ്റ്റോപ്പ് ഒന്നുമില്ല. ദിസ് ഈസ് ലൈക്ക് ഹോത്ത് ആസ് എ ലാസ്റ്റ് സ്റ്റോപ്പ്. സച്ച് എ ബ്യൂട്ടിഫുൾ interesting place. Try to come and enjoy and experience the beautiful nature. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഈ സൈഡിലേക്ക് വന്നിട്ടുള്ള പുറകോട്ടുള്ള ലുക്കാണ് ആ കാണുന്നത്. ആ ഒരു ഫുൾ സ്ട്രെച്ച് ഈ ഒരു ബീച്ചിൻ്റെയും അതുപോലെ തന്നെ ഒരു സിറ്റിയുടെയും ഭാഗമാണ്. പൊളിയായിട്ടുണ്ടല്ലേ. എല്ലാം കടൽ സംബന്ധമായിട്ടുള്ള ഏരിയാസാണ് അയർലൻഡിലുള്ളൂ. ഇറ്റ്സ് എൻ ഐലൻഡ്. കണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. കുട്ടി കുട്ടി വീടുകളാണ്, പൊക്കമൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുന്നിൻ്റെ മേലിൽ കയറിയിട്ടുള്ള കുറച്ചൊക്കെ തുടക്കം ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തു നിന്നുള്ള ലുക്കാണ് കേട്ടോ. ബാക്കിലേക്ക് നോക്കിക്കേ, നല്ല രസമല്ലേ കാണാൻ. മലയാളീസ് ഉണ്ട് കേട്ടോ. ആ പുറകിൽ വരുന്ന 2 മലയാളികളുണ്ടെങ്കിൽ ഓരോ യാത്ര നമ്മൾ പോകുമ്പോഴും ഓരോരോ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പല രീതിയിലുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ സ്ഥലമായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ കാഴ്ചകളാവാം, അല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന ഒരു യാത്രയായിരിക്കാം. പക്ഷേ ദിസ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. അപ്പോൾ ഏകദേശം നമ്മൾ നടന്ന് ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ക്ലിഫിലേക്ക് കയറാനുള്ളതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഭാഗമാണ്. അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്ന് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ചെയ്ത് നല്ല യാത്രയും
അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റൊക്കെ ലൈക്ക് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ യാത്രകൾ ചെയ്യുമ്പോൾ. നല്ല ബെനഫിറ്റാണ് ഓരോ യാത്രകളിലും നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടില്ലേ, ഈ നമ്മുടെ മലയാറ്റൂർമല കയറും പോലെ കുറേ കയറാനുണ്ട്. നമുക്ക് കയറാം, കയറി എന്നെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ, എല്ലാവരും വീഡിയോസ് കാണണം, കാണാതിരിക്കരുത്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം കാണിക്കുന്നതായിരിക്കും. It was certainly such a beautiful hot spot here in Bray. I was thinking to go to like a Malahide Fest, and I wasn't even aware of this place. It's such a beautiful and a great place. I would have come here like in the morning time itself, like I thought like maybe Malahide could be better, but I think better than Malahide. I think that the Bray is even far better. ശരണം മനുഷ്യൻ്റെ ഇടപാട് തിരുന്ന് നടന്നു അതാണ് ഏറ്റവും വലിയൊരു സംഗതി. എന്നാലും വേണ്ടില്ല, കുറച്ചും കൂടെ നടക്കാം. കുറച്ചും കൂടെ നടന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ തിരിച്ചു പോരാം. നമുക്ക് നല്ല മടുപ്പായിരിക്കും കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ നടന്ന് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇരുന്നു. കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു ലുക്ക്. അങ്ങോട്ട് വെയിലായതുകൊണ്ട് അങ്ങോട്ട് കാണത്തില്ല, പക്ഷേ ഈ സൈഡിലേക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇങ്ങോട്ട് കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമുക്ക് നടന്നു പോകാനുള്ളത് കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് വെയിലടിച്ചിട്ട് കറുത്തിട്ടുണ്ട്, മീൻസ് നല്ല ചൂടല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു കുറച്ച് ഡിഫറൻസും ചൂടുകളൊക്കെ വന്നു. അപ്പോൾ കണ്ടില്ല, അപ്പോൾ ശരിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ബ്രേയിലേക്ക് ഞാൻ വന്ന വഴി തന്നെ ആണെന്ന് തോന്നുന്നത്. അപ്പം നമുക്കിപ്പോൾ ആദ്യമായിട്ടല്ല നമുക്കറിയത്തില്ല ഇപ്പോൾ ഏത് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത് എന്നാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അതാണ് കൺഫ്യൂഷൻ ആക്കി. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന വഴി ട്രെയിൻ വരുന്നതാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വേറെ കണക്ഷൻ ട്രെയിൻ അല്ലാന്ന് തോന്നുന്നത്. അപ്പം എന്തായാലും പൊളിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു പൊളിയാണത്. ചൂടിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ ആ വെയിലിൻ്റെ ഒക്കെ അടിയിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ ഒരു ഷെയ്ഡിൽ നിൽക്കുകയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് വെയിലൊക്കെ അടിച്ചിട്ട് കുറേ ദിവസമായില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫിക്കൽറ്റി കൊണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞാലും. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ഷെയ്ഡിൽ നിൽക്കുമായിരുന്നു. കുറേ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാനൊക്കെ ആയിട്ട്. നല്ല രസമാണ് ആ ഒരു ഏരിയ. അതുകൊണ്ടോ നമ്മൾ വന്ന റോഡാണ് ഈ കാണുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞ മഞ്ഞ പൂന്തോട്ടമല്ലേ, നോക്കിക്കേ, പറഞ്ഞ ശരിയില്ലെന്ന് കണ്ടോ. ആ കുന്നിൻ്റെ മുകളിൽ കണ്ടോ, ഹൗ ബ്യൂട്ടിഫുൾ. ആ ഒരു ചെടി കൊണ്ട് അഭിഷേകമാണ് ആ ഒരു ഭാഗം. സോ ലൈക്ക് നല്ലൊരു ട്രീറ്റ് തന്നെയാണ്, ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ തന്നെയാണ്. അവിടെ നല്ല നല്ല ഹൗസസ് ഒക്കെ കാണാനുണ്ട് നമുക്ക്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇവിടെയും നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പം സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനാണോ അതെയോ എന്താ പറയുക, നമ്മുടെ ഊട്ടിയിലുള്ള പോലെയൊക്കെയുള്ള ട്രെയിനാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ബട്ട് ഇവിടെ ഒരു ട്രെയിൻ ട്രാക്ക് കാണാനുണ്ട് കേട്ടോ, വിച്ച് ഈസ് അമേസിങ്. അതിൻ്റെ ഇവിടുത്തെ ലുക്കാണ്. ഇടത് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ബ്രേ സിറ്റിയുടെ ലുക്ക് വരുന്നത്. കണ്ടില്ലേ, നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ. അമേസിങ്, നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ മെൻഷൻ ആക്ച്വലി ലൈക്ക് കിന്നലി കഴിഞ്ഞിട്ടാണോ അതിന് മുന്നേ ആണോ അത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇറ്റ്സ് എ സ്റ്റോപ്പ് കോൾഡ് ഗ്രേ സ്റ്റോൺ. ഐ ഡോണ്ട് നോ വെദർ ഇതിൻ്റെ കീഴിൽ വരുന്നതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ബട്ട് അങ്ങനെ ഒരു സ്ഥലപ്പേര് ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവിടുന്ന് ട്രെയിൻ ഉണ്ടോ എനിക്കറിയത്തില്ല, വേറൊരു കണക്റ്റിംഗ് റൂട്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ എനിക്ക് ആരോടെങ്കിലും ചോദിച്ചാലും അത് അറിയാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പം എങ്ങനെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നൊരു ദിവസം വളരെ നല്ലൊരു ദിവസമാണ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ. ഞാൻ ആദ്യം പറഞ്ഞ റെയിൽവേ കടന്നു പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. ഈ വഴിക്ക് ട്രെയിൻ കടന്നു പോകുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു എൻജോയ്. അത്രയും നല്ലൊരു കോസ്റ്റൽ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് സ്റ്റോണിലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു കടന്നു പോകുന്നത് കേട്ടോ. ഓ മൈ ഗോഡ്, അത് നമ്മൾ വന്ന വഴിയാണോ? ഐ കാൻറ്റ് റിമെമ്പർ ആക്ച്വലി. സോ കണ്ടോ, ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ പൊളിയല്ലേ, കറക്റ്റ് ടൈമിൽ ട്രെയിൻ വന്നു.
ഇവിടെ തൊട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം കല്ല് വീഴുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ നാട്ടിലേക്ക് ഇടുമ്പോൾ തന്നെ വലയിട്ടിട്ടുണ്ട്. അപ്പോൾ കല്ലൊന്നും വീഴാത്ത രീതിയിൽ വലയിട്ടേക്കുന്ന ഒരു ഏരിയ ആണിത്. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ കല്ല് വീഴുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വലയിട്ടേക്ക് ഇത്രയും ഭാഗം മറിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു എന്താ പറയുക ഇത്ര താഴ്ച ഉള്ളതുകൊണ്ട് അവരിതൊക്കെ ഇട്ടേക്കുന്നത്. അപ്പം പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്ലേസാണ്. നല്ല കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് വാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുന്ന് കയറാനുള്ളതിൻ്റെയൊക്കെ ആ ഒരു സൈഡിലേക്ക് നമ്മൾ ഇനിയും പോകാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, വാക്ക് ചെയ്യാം. നാളെ വൈകിട്ട് ഡ്യൂട്ടി ഉള്ളൂ. അപ്പം പ്ലെൻറ്റി ഓഫ് ടൈം. സോ ലെറ്റ്സ് എൻജോയ്. ബാക്കിയുള്ള നമ്മളോട് വന്നതല്ലേ, ടിക്കറ്റിൻ്റെ പൈസ കൊടുത്ത് നമ്മളിവിടെ വന്നതാണ്. അപ്പം മോസ്റ്റ്ലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യാം. കണ്ടൊരു പയ്യൻ വരുന്നതാണ്, മറ്റേ ഇത്തേൽ വരുന്നതാണ്. പൊളിയല്ലേ? ഓടിച്ച് ഫോൺ പൊക്കി പിടിച്ച് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ആ പുള്ളിയും പോകുന്നു. എല്ലാവരും യാത്രക്കാരാണ്. എനിക്ക് തോന്നുന്നു കുറേ അധികം പേര് ഇവിടെ വരുന്നവർ വിസിറ്റേഴ്സൊക്കെയാണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് അവർക്ക് വരാനും അപ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ, വിസയോ കാര്യങ്ങളൊന്നും. അവർക്ക് ഡയറക്റ്റായിട്ട് വരാം, എൻജോയ് ചെയ്യാം. കണ്ടില്ല, ബേയുടെ ഒരു ഭാഗമാണിത്. ഇതിൻ്റെ താഴത്തോടെ തൊട്ട് താഴത്തോടെ റെയിൽവേ കടന്നു പോകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ റെയിൽവേ വർക്കിംഗ് ആണോ, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വെദർ ഇറ്റ്സ് വർക്കിംഗ് ഓർ നോട്ട്. പിന്നെ പിന്നെ മക്കളെ സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല പൊളപ്പനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പൊക്കി കാണിച്ചു തരാം. നമ്മുടെ സിറ്റിയുടെ ആ ഒരു ഓവർലുക്ക് കണ്ടോ, ഈ ഭാഗമാണ് നമ്മുടെ ബേ സിറ്റി. ഇവിടെ നിന്നാണ് നമ്മൾ പുറകോട്ട് ഇനി പോകേണ്ടത്. പൊളിയല്ലേ? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മഞ്ഞ ഫ്ലവേഴ്സ് അല്ലേ, അവിടെ നിന്ന് അങ്ങിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നല്ല മഞ്ഞ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കാണാമെന്നൊക്കെ. ഇപ്പോൾ നോക്കിക്കേ, കാണാമെന്നൊക്കെ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നല്ല കുറേ അധികം എല്ലായിടത്തും ഉണ്ട് മഞ്ഞ ഫ്ലവേഴ്സ്. കണ്ടില്ലേ? കുറച്ചും കൂടെ എന്താ പറയുക തിന്നായിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ കയറി. കുറച്ചും കൂടെ ഇത്ര വൈഡായിരുന്നു, ഇനി അതിൻ്റെ വിട്ടൊക്കെ കുറഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഇടുങ്ങിയ പാതയാണ്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, പോകാതിരിക്കും അല്ലേ? കുറച്ചുകൂടെ പോകാതിരിക്കും. കല്ല് വീഴുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഇനി തലയിൽ കല്ല് വീഴും ചാവണ്ട. നോക്കിക്ക് താഴേക്ക് നോക്കിക്ക്, ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. കണ്ടില്ലേ? കണ്ടോ, ഇവിടെ വരെ ആൾക്കാർ സൈക്കിള് വെച്ചിട്ടൊക്കെ പോയേക്കണം. അപ്പോൾ ഒത്തിരി പേര് അങ്ങോട്ട് ഇവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ ഓ മൈ ഗാഡ്, എന്ത് രസമാണെന്ന് നോക്കിയല്ലേ? അയ്യോ അടിപൊളി. കണ്ടില്ലേ, നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ ഇവിടെ നിന്നുള്ളൊരു ലുക്കാണ്. ഞാൻ വന്ന ഡിസ്റ്റൻസ് വരെ ഉള്ള സ്ഥലത്തു നിന്നുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രേ ഹെഡ് ലൂപ്ഡ് ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്ലിഫ് വാക്ക് ക്ലോസ്ഡ് ഡ്യൂ ടു റോക്ക് ഫോൾ. അപ്പോൾ ഇവിടെ കല്ലൊക്കെ വീഴുന്നൊരു പ്ലേസാണ്, ദൈവമേ. അപ്പോൾ അതുകൊണ്ട് ക്ലിഫ് വാക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാർണിംഗ് സൈനൊക്കെ ഉണ്ട്. വിച്ച് ഈസ് ഓക്കെ. സോ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് റിസ്ക്, യുനോ. നമ്മളിപ്പോൾ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സേഫായിട്ടുള്ള സ്ഥലം എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഉണ്ട്, നമ്മുടെ മുന്നിലൊരു ചേട്ടൻ പോകുന്നുണ്ട്. വണ്ടിയും കൂടെ നടക്കാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു പുള്ളി. കണ്ടോ, ഈ ഗേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ ആക്ച്വലി ക്ലോസ് ചെയ്യാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ബട്ട് ഇന്നെന്തോ ആളുകളൊക്കെ ഒത്തിരി വരുന്ന ദിവസമാണോ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഓപ്പൺ ചെയ്തിട്ടേക്ക് വേണം. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ് നമ്മൾ കണ്ട സ്ഥലത്ത് സീലൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അതുപോലെ തന്നെ വെയിൽസും ഒരുപാട് വെയിൽസ്, ചെറിയ ചെറിയ വെയിൽസ്, വലുതല്ല, ചെറിയ ചെറിയ വെയിൽസ് സ്ഥിരം വരാറുള്ളൊരിടാന്ന് പറഞ്ഞു. ചില ദിവസങ്ങളൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും, പക്ഷേ ഇന്നിപ്പം കാണാൻ പറ്റിയില്ല. നമ്മുടെ മുന്നിലേക്കുള്ള വഴിയാണ് കേട്ടോ. എന്ത് രസമാണല്ലേ കാണാൻ, ഒരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ? നല്ല നീലക്കടലും നീല ആകാശവും അതുപോലെ തന്നെ പച്ച പിടിച്ച നമ്മുടെ ഹില്ലി ഏരിയ. സോ ഒരു നല്ല കോമ്പിനേഷനാണ്.
ഇല്ലേ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. ഹില്ലി ആയിട്ടുള്ള ഏരിയ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. പിന്നെ ആളുകളൊക്കെ നമുക്ക് പോകുന്നുണ്ട്, നമ്മുടെ മുന്നേ കുറേ ആളുകൾ പോകുന്നുണ്ട്. ഒരുപാട് ഞാൻ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല, മീൻസ് ഒത്തിരി എല്ലായിടത്തും പോയാലും ഇത് തന്നെ കാണാനുള്ളൂ. വെള്ളവും അല്ലെങ്കിൽ ആ ഒരു ക്ലിഫി ഒരു ഫീലിംഗ് ആണ് എല്ലായിടത്തും പോയാൽ കാണാനുള്ളൂ. ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മടുത്തു പോകും. നമുക്ക് ആ സിറ്റിയും കൂടെ കുറച്ചൊന്ന് എൻജോയ് ചെയ്യണം. ആ കാരണം നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിയില്ല, ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് നേരിട്ട് പോരുകയായിരുന്നു. അപ്പം അത് നമുക്കൊന്ന് എൻജോയ് ചെയ്യണ്ടേ. നോക്കിക്കേ, ആ റെയിൽവേ കടന്നു പോകുന്നതിൻ്റെ ഭാഗത്തുള്ള ഏരിയ ആണ് ഇവിടെ എല്ലാം. ഈ മലനിരകളിലൂടെയാണ് നമ്മൾ കയറി വന്നത്. പൊളിയാണല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർട്ട് വർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു സ്റ്റേഷനാണ് ആക്ച്വലി. നമുക്ക് ഇരുന്ന് ഒന്ന് വിശ്രമിക്കുകയോ മടുത്തവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേഷനാണ് കാണുന്നത്. പിന്നെയും സെയിം തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ജസ്റ്റ് ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടില്ല. ഒരുപാട് യാത്ര ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാനൊന്നും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. കാരണം പലപ്പോഴും നമ്മൾ ജോലിപരമായിട്ടൊക്കെ ആയിട്ട് ബിസി ആയിട്ട് വീട്ടു ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നടന്ന് ഇപ്പോഴാണ് നമ്മൾ എല്ലാത്തിൽ നിന്നും കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതൊക്കെ. അപ്പം വീഡിയോ എന്ന് പറയുമ്പം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു ഇൻട്രസ്റ്റിൻ്റെ പേരില്ല, ഒരിക്കലും അതൊരു മണിക്ക് വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഒരുപാട് പേര് നെഗറ്റീവ്സ്, എൻ്റെ വീട്ടിലുള്ളവർ തന്നെ നെഗറ്റീവ്സ് പറയാറുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടവും നമ്മുടെ ഒരു താല്പര്യമൊക്കെ ബേസിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നതൊക്കെ. ആറ്റ് സീൻ ജസ്റ്റ് വൺ ഓഫ് ദി ലോക്കൽ ഗായ്, നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു പട്ടീനെ കൊണ്ട് പോയ ആളില്ലേ. അപ്പം പുള്ളി പറഞ്ഞു ലൈക്ക് ഇറ്റ്സ് നോട്ട് വെരി സേഫ് ആക്ച്വലി ടു വാക്ക് ഹിയർ ബിക്കോസ് ഓഫ് ദി റോക്സ് നമ്മുടെ തലയിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്ര വലിയ സേഫ് അല്ല, ബിക്കോസ് നമ്മൾ ആ കണ്ട ഗേറ്റില്ലേ, ആ കണ്ട ഗേറ്റ് സാധാരണ പൂട്ടിയിടാറാണ് പതിവ്. പക്ഷെ അത് ലക്കി ആയതുകൊണ്ട് മീൻസ് ഞാൻ പുള്ളി പറയുക നിങ്ങളിന്ന് ലക്കിയാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും വരെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബട്ട് വൈ വി ആർ ടേക്കിംഗ് ആക്ച്വലി റിസ്ക്സ്, നമുക്ക് റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് വന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്ത് പോകും. അത് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പുള്ളി പറയുകയും ചെയ്തു, നമ്മുടെ ഈ താഴെ കാണുന്ന ആ ഒരു റെയിൽ ഏരിയ ഞാൻ ആദ്യം ഗസ് ചെയ്തതുപോലെ ഗ്രേ സ്റ്റോണിന് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ പാതയാണത്. അപ്പോൾ നമ്മൾ ചില ട്രെയിൻസ് ബ്രേയിൽ നിന്ന് ഗ്രേ സ്റ്റോണിലേക്ക് പോകും, ചിലത് ബ്രേ വരെ കാണത്തുള്ളൂ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ച് ചെന്നിട്ട് ഗ്രേ സ്റ്റോണിന് പോകുന്ന ട്രെയിൻ ഉണ്ടെങ്കിൽ പുള്ളി മസ്റ്റായിട്ട് പോകണമെന്ന് പറഞ്ഞു. വൈ ബിക്കോസ് അത്രയും നല്ലൊരു കാഴ്ച കാണാം. കാരണം ഈ ക്ലിഫിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ പറ്റുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സിൻ്റെ എടുത്തിരുന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ ട്രെയിനിൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഈ പക്ഷിയൊക്കെ ഇങ്ങനെ കാഴ്ചയിടുന്നതുകൊണ്ട് അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ചില സമയങ്ങളിൽ. പക്ഷേ അതല്ലാത്ത ഞാൻ പറയണ്ടേ മറ്റേ അല്ലാത്ത ഗ്ലാസ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും. അപ്പം തിരിച്ച് നമുക്ക് അങ്ങോട്ട് ചെന്നതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ ആ ഒരു ഭാഗം കൂടെ കാണാം. പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി, നമ്മുടെ ഫോണിൻ്റെ ചാർജർ എടുക്കുവായിരുന്നെങ്കിൽ എനിക്ക് ട്രെയിനിൽ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാമായിരുന്നു. അപ്പം ട്രെയിനിൽ ചാർജർ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ സാധനമില്ല, അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുവരാനും പറ്റില്ല, മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന നമുക്ക് കുറേ കാര്യം കൂടെ കാണാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ജസ്റ്റ് പോയി കണ്ടാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണ്ടേ. അപ്പം അതൊരു കഷ്ടമായിപ്പോയി. അപ്പം അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടുകൂടെ. ഇങ്ങനെയൊക്കെയല്ല നമ്മൾ വന്നിട്ട് ഇപ്പം എല്ലാം കണ്ട് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് പോകാൻ പറ്റത്തില്ല. സോ ആസ് മച്ച് ആസ് വി ക്യാൻ ജസ്റ്റ് വാച്ച് ഇറ്റ് ആൻഡ് ഗോ, അതാണ്. അപ്പോൾ മലയിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കണ്ടാൽ മതി, നമ്മൾ സേഫ് അല്ലാത്ത ഇടങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം സേഫായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് സേഫായിട്ട് നമുക്ക് തിരിച്ചു വരും. ഇപ്പം ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം കല്ലൊക്കെ വീഴുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് റിസ്ക്കൊക്കെ എടുത്ത് കല്ല് തലയിൽ വീഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഇനിയും കുറച്ച് കണ്ടോ, ദേ കാണുന്നതാണ് ഞാൻ ആ പറഞ്ഞ എന്താ പറയുക ഗേറ്റ്. ഈ ഗേറ്റ് സാധാരണ ക്ലോസ് ചെയ്യുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇന്നെന്തുകൊണ്ടോ നമ്മുടെ ലക്ക് കൊണ്ട് അത്രയെങ്കിലും പോയി കാണാൻ സാധിച്ചു, വിച്ച് ഇസ് റിയലി ഗുഡ്. ആളുകളെല്ലാം മലയിറക്കം തുടങ്ങിയിട്ടുണ്ട്, പട്ടീനെ കൊണ്ടൊക്കെ നടക്കുന്നവരും ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാണുന്നുണ്ടോ, അങ്ങേറ്റത്ത് കാണാമെന്ന് അറിയത്തില്ല, ഒരു കപ്പൽ പോകുന്നുണ്ട് അങ്ങേറ്റത്ത്, കണ്ടില്ലേ. നമ്മൾ സാധാരണ ഹോത്തിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, അതുപോലുള്ള കപ്പലുകൾ പോകുന്നുണ്ട് കുറേ അധികം.
അപ്പോൾ നമുക്ക് എന്തായാലും മലയിറക്കം തുടങ്ങാം. ഇത് കണ്ടോ, നല്ല വൈറ്റ് കളേഴ്സുള്ള പൂക്കളാണിത്. ഇത് നമ്മുടെ അടുത്ത് അവിടെ ഉള്ളതാണ് കേട്ടോ, ആ സൈഡിലുള്ള പൂവാണ്, സെറ്റപ്പാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ യാത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ബ്രേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഗ്രേ സ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ആദ്യം കണ്ട റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ലൈനില്ല നമ്മൾ ആദ്യം കാണിച്ചു തന്നെ, ആ ഒരു റെയിൽവേ ലൈനിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം ആക്ച്വലി. സോ നമുക്ക് കുറേ കാഴ്ചകളൂടെ കാണാനുണ്ട്. ഗ്രേ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു അടുത്ത സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ട്രെയിൻ മാറി കയറിയിട്ട് ഇപ്പം ഗ്രേ സ്റ്റോൺസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ട്രെയിനും അങ്ങോട്ട് പോകത്തില്ല, ചില ട്രെയിൻസ് സിറ്റിക്ക് വരുന്ന ട്രെയിൻസ് ബ്രേ വരെ മാത്രമേ പോകത്തുള്ളൂ. പിന്നെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മളാ നടന്ന ഭാഗങ്ങൾ, ആ റെയിൽവേ ട്രാക്കൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല, ആ ഭാഗത്തോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ കണ്ടില്ലേ, ഇതിൻ്റെ മേളിലാണ് നമ്മൾ നടക്കാൻ പോയത്. അപ്പോൾ ആ വഴി കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ക്ലിഫിൽ കൂടെയുള്ള ആ ഒരു ട്രെയിൻ യാത്ര ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. യാത്ര വരുമ്പോൾ ഇതൊക്കെയല്ലേ നന്നായിട്ട് വിശക്കണുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ തൊട്ടും മേളിൽ കൂടെയാണ് നമ്മൾ നടന്നിട്ട് ഇറങ്ങി വന്നത്. ഇപ്പോൾ ഒരു തുരങ്കമുണ്ട് കേട്ടോ, ആ തുരങ്കത്തിലേക്ക് കയറാൻ പോകാൻ തോന്നുന്നു. ആ തുരങ്കം നമ്മളവിടെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തുരങ്കത്തിലേക്കാണ് കയറാൻ പോണേ. ഇത് കണ്ടോ, ഇത് ഈ തുരങ്കത്തിലേക്ക് കയറാൻ പോണെന്ന് എനിക്ക് തോന്നണേ. കണ്ടോ, നമ്മളിതിൻ്റെ അവിടെ നിന്നിട്ടാണ് വർത്താനമൊക്കെ പറഞ്ഞത്, അവിടുത്തെ പുള്ളിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു, ലോക്കലായിട്ട് ഞാൻ വർത്താനം പറഞ്ഞ ഇടമാണ് അത് തന്നെ. ഇവിടെയാണ് തുരങ്കം. വേഗം ഇരുട്ടായി വീണ്ടും. ഏകദേശം വലിയ തുരങ്കാൻ തോന്നുന്നു കേട്ടോ. എപ്പോഴാണ് തുരങ്കം കഴിയണമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞു തുരങ്കം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തുണ്ടോയെന്ന് അറിയത്തില്ല. ഓക്കെ, തുരങ്കമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെട്ടമൊക്കെയാണ്. അപ്പം ഞാൻ ആ ലോക്കലുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഗ്രേ സ്റ്റോണിലേക്ക് പോകുമ്പോൾ തുരങ്കം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വലിയ ബീച്ചുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സാൻഡി ആയിട്ടുള്ള, ബ്ലാക്ക് സാൻഡൊക്കെ ആയിട്ടുള്ള വലിയ ബീച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അത് കാണാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഗ്രേ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥലങ്ങൾ, അവിടെ സബേർബ് കുറച്ച് വലിയ സബേർബ് തന്നെയാണ്, ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പം നമ്മൾ ആദ്യം ബ്രേ കണ്ടതുപോലെ തന്നെ ഇവിടെയും അത്രയും ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഇടം തന്നെയാണ്. വീടുകളൊക്കെ കണ്ടു തുടങ്ങി ഓൾറെഡി. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഈ ഒരു ഏരിയയിലേക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് സീ ആണ്, പിന്നെ നമുക്കൊന്നും കാണാനൊന്നുമില്ല, ഫുൾ സീ മാത്രമേ കാണാത്തുള്ളൂ. ഇപ്പോൾ സിറ്റിയുടെ ജസ്റ്റ് ഒരു കാഴ്ച ഓടിച്ചിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾക്ക് ഉള്ളിൽ കയറേണ്ടതായിട്ടുണ്ട്. ഉള്ളിൽ കയറാം. ഇവിടെ കുറേ ഏഷ്യൻസ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏഷ്യൻസിന് സാധാരണ നമ്മൾ അങ്ങനെ ഒത്തിരി കാണാത്തൊരിടമാണ്, പക്ഷേ ഏഷ്യൻസ് ഉണ്ട്. 29 മിനിറ്റ് ഉണ്ട് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പം വെറുതെ അവിടെ നിൽക്കണേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം. അവർ വന്നാലേ. നല്ല ഷോറൂം, ക്ലോത്ത്സിൻ്റെ ഒക്കെ ഇടമുണ്ട്. സെൻറ്റ് വിൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെൻറ്റ് വിൻസെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കയറാമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ കാണത്തില്ല, കാരണം ഇവിടെയൊക്കെ റിച്ച് ആയിട്ടുള്ള ആളുകളല്ലേ, ഇപ്പോൾ കാണാൻ വഴിയില്ല. അപ്പോൾ ദേശം നമുക്ക് ഇനിയിപ്പം വേറെ ഒന്നും നോക്കാനില്ല, തിരിച്ചു പോകുക തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി അപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കാം. ഹൗത്തിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഉടനെ തന്നെ. അപ്പോൾ നമുക്ക് ആ ട്രെയിൻ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. എന്തായാലും മൊബൈലിൽ ചാർജ് വല്ല ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ സമയമുള്ള സമയത്ത്
മേ ബി സെക്കൻഡ് ടൈം വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊരു പാലമൊക്കെ ഉണ്ട് ഇവിടെ. പാലം കയറി നമുക്ക് അപ്പുറത്ത് കിടക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെയും കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് പ്രായോഗികമല്ല. വൈ? ബിക്കോസ് 2 മൊബൈലും ഏകദേശം ഡെഡ് ആവായിട്ടുണ്ട്. ഇതിൽ ഏകദേശം 30% ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഓൾറെഡി 2% ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 മൊബൈലും ഏകദേശം തീരാറായി. നമ്മൾ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം നമ്മൾ പോകുന്ന ഭാഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പിന്നെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരികാന്ന് മാത്രം. കാരണം ഇത്ര ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ഗ്രേസ് ഫോണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഫോൺ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് തന്നെ. ഓക്കെ. ഇന്ന വഴിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഓട്ടോ
വേറൊരു മോഡൽ. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനി ഓട്ടോയാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഓട്ടോ കണ്ടപ്പോൾ നിർത്തിയിട്ടതാണ്. ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ. പൊളിയായിട്ടുണ്ടല്ലേ. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോയുടെ വേറൊരു മോഡൽ. എനിക്ക് തോന്നുന്നു ഡറ്റാര ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഓർ സംതിങ്. സോ അതിൻ്റെ മുന്നിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പൊളിയായിട്ടുണ്ട് കേട്ടോ.